പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് ചെക്ക് ചെയ്തു. പൈ, മിന്ന്, മാക്സ്, ABS, റൗണ്ട് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉള്ള ആൾക്കാർ ആ വീഡിയോയിൽ താഴെ കമൻറ്റ് ചെയ്യാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പറേറ്റേഴ്സിനെ പറ്റിയിട്ടാണ്. ഓക്കെ, അതായത് PHPൻ്റെ അകത്ത് കുറച്ച് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്, കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്, ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്, അങ്ങനെ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. സോ അതെന്തൊക്കെയാണെന്നുള്ളതൊക്കെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. കുറച്ച് ഇതുവരെ ഉണ്ടായിരുന്ന വീഡിയോകളിൽ പോലെയല്ല, കുറച്ച് ലെങ്ത് ആവാൻ ചാൻസ് ഉണ്ട്. കുറച്ച് അധികം ഉണ്ട്, ഓപ്പറേറ്റേഴ്സ് അധികം ഉണ്ട്. അപ്പോൾ ഓരോന്ന് നമുക്ക് പറഞ്ഞു പോകാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് അരിത്മെറ്റിക് ഓപ്പറേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അരിത്മെറ്റിക് ഓപ്പറേഷൻസിൻ്റെ അകത്തുള്ള arithmetic ഓപ്പറേറ്റേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഫസ്റ്റ് നോക്കാം. ആദ്യം നമുക്കുള്ളത് അരിത്മെറ്റിക്കിൽ ബേസിക് ആയിട്ടുള്ളതാണ് അഡീഷൻ എന്ന് പറയുന്നത്. സോ അഡീഷൻ എങ്ങനെയാണ് PHPയിൽ ചെയ്യുക എന്നുള്ളതാണ്. രണ്ട് ഇൻറ്റിജർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെങ്ങനെ ആഡ് ചെയ്യുക എന്നുള്ളത്. സോ നമുക്ക് എന്താക്കാം, $A ഈസ് ഈക്വൽ ടു 10 എന്ന് പറയുന്ന വാല്യൂ ഇതിലേക്ക് $Aയിലേക്ക് ഇടുന്നു. $B ഈസ് ഈക്വൽ ടു 30 എന്ന് പറയുന്ന വാല്യൂ അതിലേക്ക് ഇടുന്നു. സോ നമുക്ക് ഈ എയും ബിയും കൂടി കൂട്ടിയിട്ടുള്ള ആൻസറാണ് അരിത്മെറ്റിക് അഡീഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് $Cയിലേക്ക് $A പ്ലസ് $B, സിമ്പിളാണ്, വേറെ പരിപാടിയൊന്നും ചെയ്യാനില്ല. എക്കോ $C. ഓക്കെ, ഇത്രേ ഉള്ളൂ. അതായത് $Aയിലേക്ക് 10 എടുത്ത് വെച്ചു, $Bയിലേക്ക് 30 എടുത്ത് വെച്ചു, $Cയിലേക്ക് Aയും ബിയും കൂടി കൂട്ടിയിട്ടുള്ള വാല്യൂവിനെ എടുത്ത് വെച്ചു, $Cനെ പ്രിൻറ്റ് ചെയ്യുന്നു. നമുക്കൊന്ന് നോക്കി നോക്കാം എന്താ സ്ഥിതി എന്നുള്ളത്. റിഫ്രഷ് ചെയ്യുന്നു, കണ്ടല്ലേ, 40 വാല്യൂ നമുക്ക് കറക്റ്റായിട്ട് കിട്ടി. നമ്മൾ എന്താണ് ഇവിടെ ചെയ്തത് അത് കറക്റ്റായിട്ട് ഇത് കിട്ടി. ഇനി അടുത്തത് ഇതാണ് അഡീഷൻ എന്ന് പറയുന്നത്, അരിത്മെറ്റിക് ഓപ്പറേഷനിലെ അഡീഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സബ്സ്ട്രാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. സോ നമുക്ക് എന്തൊക്കെ നേരെ തിരിച്ച് യൂസ് ചെയ്ത് നോക്കാം. $B മൈനസ് A ആയിട്ട് നോക്കാം. ഓക്കെ, $B മൈനസ് $A. സോ ആൻസർ വിൽ ബി 30 മൈനസ് 10 എത്രയാണ് വരിക എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. റിഫ്രഷ് ചെയ്യുന്നു, അതല്ലേ 20 ആൻസർ വന്നിട്ടുണ്ട്. അതായത് ലെസ് ചെയ്യുന്ന സബ്സ്ട്രാക്ഷനും നമ്മൾ കറക്റ്റായിട്ട് ചെയ്തു. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഒന്ന് നോക്കി നോക്കാം എങ്ങനെയാണെന്നുള്ളത് അരിത്മെറ്റിക് ഓപ്പറേഷൻ്റെ അകത്തുള്ള. അപ്പം ഇപ്പോൾ ഇത് കുറച്ച് വലിയ വാല്യൂ ആയി പോലെ 10 ഇൻറ്റു 7 കൊടുക്കാം നമുക്ക്. അപ്പോൾ A ഇൻറ്റു മാർക്ക് 8ൻ്റെ മുകളിലുള്ള B കൊടുക്കാം. സോ A ഇൻറ്റു B എന്ന് പറയുന്നത് 10 ഇൻറ്റു 7 എന്ന് പറയുന്നത് 70 ആണ് ആൻസർ വേണ്ടത്. നമുക്ക് 70 വരുന്നുണ്ടോ എന്ന് നോക്കാം. 70 നമുക്ക് ആൻസർ കിട്ടി. ഇങ്ങനെയാണ് അരിത്മെറ്റിക് ഓപ്പറേഷനിലെ മൾട്ടിപ്ലിക്കേഷൻ കറക്റ്റായിട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡിവിഷൻ നോക്കാം എങ്ങനെയാണ് വർക്ക് എന്നുള്ളത്. സോ 10/7 എന്നുള്ള ലെവലിലേക്ക് കൊടുത്തു നോക്കാം. ഇതാകുമ്പോൾ നമുക്കൊരു കറക്റ്റായിട്ടുള്ള വാല്യൂ വേണ്ടേ. അപ്പോൾ എന്ത് കൊടുക്കും, 25 കൊടുക്കാം, 5 കൊടുക്കാം. ഓക്കെ, സോ A ഡിവൈഡഡ് ബൈ B ഈക്വൽ ടു എത്ര ഒരു ആൻസർ നോക്കിയേക്കാം. റിഫ്രഷ് ചെയ്യുമ്പോൾ നമുക്ക് 5 എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇത് ഡിവിഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് കോഷ്യൻ്റ് ആയിരിക്കും. ഓക്കെ, അതായത് ഏറ്റവും മുകളിലുള്ള ഹരിക്കുന്ന സമയത്ത് ഏറ്റവും മുകളിൽ കിടക്കുന്ന സാധനമാണ് കോഷ്യൻ്റ് എന്ന് പറയുന്നത്. എന്തായാലും മലയാളത്തിൽ പറയുക എന്നറിയുന്നത് ശിഷ്ടോ എന്തോ ആണ്, അത് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മ കിട്ടുന്നില്ല. കോഷ്യൻ്റ് എന്ന് പറയുന്നതാണ് മുകളിൽ കിടക്കുന്ന, ഹരിക്കുമ്പോൾ മുകളിൽ കിടക്കുന്ന സാധനം. ഓക്കെ, അതാണ് ഈ ഡിവിഷൻ, അതായത് സ്ലാഷ് ഇട്ടിട്ട് നമ്മൾ ഡിവിഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇൻ കേസ് ശിഷ്ടം വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് അടിയിൽ കാണിക്കുമല്ലോ നമ്മൾ കറക്റ്റായിട്ട് ഇതായി പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഹരിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി വരുന്ന സാധനം ഉണ്ടല്ലോ അത് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കറക്റ്റായിട്ട് പോകാത്തൊരു വാല്യൂ കൊടുക്കാം. അതായത് 28 കൊടുക്കാം. 28 5 എന്തായാലും പോകത്തില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ വെക്കുന്ന സമയത്തും ഇപ്പോഴും ഇതിൻ്റെ ആൻസർ എത്രയായിരിക്കും, 5.6. കണ്ടില്ലേ, ഈ ഒരു ഫ്രാക്ഷൻ നമ്പർ ആയിരിക്കും ഇതിൻ്റെ മുകളിൽ കിട്ടുന്നത്. മനസ്സിലായില്ലേ, ഇത് ഏറ്റവും ടോപ്പിലുള്ള ആൻസറാണ് എടുത്തത്. നമുക്ക് ഇതിൻ്റെ അടിയിലുള്ള എന്താ ഇതിന് പറയുക, റിമൈൻഡർ കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിമ്പിൾ മാറ്റി ഇതിനെ മോഡ് എന്ന് പറയും കേട്ടോ. അതായത് 5ൻ്റെ സിമ്പിൾ നമ്പർ 5ൻ്റെ മുകളിലുള്ള സാധനം, പെർസെൻറ്റേജ് എന്നൊക്കെ പറയില്ല, അതാണ് മോഡുലാർ എന്ന് പറയും. മോഡുലാർ ഫങ്ഷൻ ഓപ്പറേഷനാണ് ഇത് വരിക, മോഡുലാർ ഓപ്പറേഷൻ. അപ്പം A മോഡ് B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് വരുന്നത് നോക്കി നോക്കാം. റിഫ്രഷ് ചെയ്യുന്നു, ഇതല്ലേ നമുക്ക് 3 എന്നുള്ള ആൻസർ അവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ഇതും
മൈൻഡിൽ വെക്കുക, കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള അരിത്മെറ്റിക് ഓപ്പറേഷൻസ് വരുന്നത്. അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, പിന്നെ മോഡുലാർ ഓപ്പറേഷൻ. ഈ സാധനം അഞ്ച് സാധനങ്ങൾ അരിത്മെറ്റിക് ഓപ്പറേഷൻസിലെ 5 സാധനങ്ങൾ കറക്റ്റായിട്ട് ക്ലിയർ ചെയ്തല്ലോ. ഓക്കെ. ഇനി അതേപോലെ അടുത്തത് അരിത്മെറ്റിക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കുള്ളതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്. എന്തൊക്കെയാണ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് എന്നുള്ളത് നോക്കി നോക്കാം. ഫസ്റ്റ് $A is equal to 10 കിട്ടും. ഓക്കെ, $Aയിൽ 10 കിട്ടും. $B is equal to 12 ഇടാം. ഓക്കെ, 12 ഇടുന്നു. നമ്മൾ ചെക്ക് ചെയ്യാണ്, അതായത് $A ഈക്വൽ ടു 10 $B ഈക്വൽ ടു 12. ഇത് രണ്ടും ഈക്വൽ ആണോ എന്ന് നമുക്ക് കമ്പാരിസൺ വെച്ചിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ തിയറി പാർട്ട് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. സോ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെ എഴുതാമെന്ന് വെച്ചാൽ $A ഡബിൾ ഈക്വൽ ടു $B ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ ഇതൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കട്ടെ, ട്രൂ ഫോൾസ് കിട്ടുമോയെന്നറിയില്ല. $A ഇപ്പോൾ നോക്കിയാൽ $A ഈക്വൽ ടു 10 കൊടുത്തു $B. സോ ഇതിൻ്റെ എന്തായാലും $A ഈ ഡബിൾ ഈക്വൽ ആണോ, അതായത് ഇത് ഈക്വൽ ആണോ, അതായത് കമ്പാരിസൺ ആണ്, ഈക്വൽ ആണോ എന്നാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത് കേട്ടോ. $A ഈക്വൽ ആണോ $B എന്ന് പറഞ്ഞിട്ട് ചെക്ക് ചെയ്യാം. നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കി നോക്കാം ഇവിടെ എന്താ വരുന്നതെന്നുള്ളത്. ഒന്നും കാണിക്കുന്നില്ല, അത് കിട്ടത്തില്ല. സോ ഇത് കമ്പാരിസൺ ഓപ്പറേറ്റർ, ഇത് ഇഫ് എൽസ് അങ്ങനത്തെ സ്ഥലത്തൊക്കെയാണ് ഇത് യൂസ് ആയിട്ട് വരിക. സോ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെച്ചാൽ മാത്രം മതി. അതിൽ വരുന്ന സമയത്ത് ഞാൻ കറക്റ്റായിട്ട് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. അപ്പോൾ നമ്മൾ അങ്ങനെ അവിടെ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ ഇഫ് $A ഈക്വൽ ടു B ആണെന്നുണ്ടെങ്കിൽ എക്കോ സെയിം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. എൽസ് ആണെന്നുണ്ടെങ്കിൽ എക്കോ നോട്ട് ഈക്വൽ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. റൺ ചെയ്ത് നോക്കി നോക്കാം. ഇതല്ലേ നോട്ട് ഈക്വൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കമ്പാരിസൺ ഇവിടെ നടന്നിട്ടുണ്ട്. $A ഈക്വൽ ടു ഇത് ഈക്വൽ ആണോ അല്ലയോ എന്നുള്ളതാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഇനി അതേപോലെ ഈ ഡബിൾ ഈക്വൽ കഴിഞ്ഞിട്ട് അതേപോലെ അടുത്ത വരുന്നതാണ് സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിപ്പിൾ ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $A ഈക്വൽ ടു B ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യും ആദ്യം. അതിന് പുറമെ ഈ $Aയിലും Bയിലും ഉള്ളത് ഒരേ സെയിം ടൈപ്പ് ആണോ, അതായത് ഇൻറ്റിജർ, സ്ട്രിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇതിൻ്റെ മുന്നേ ഡാറ്റ ടൈപ്പ്. ആ ഡാറ്റ ടൈപ്പിനെയും കൂടി ഇത് ചെക്ക് ചെയ്യും. അതായത് ഇപ്പം നമുക്ക് നോക്കി നോക്കാം. ഇപ്പോൾ ഇത് ആൻസർ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ തന്നെയാണ്. നമുക്കിത് ശരിയാക്കി കൊടുക്കാം. 10 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഇപ്പോൾ ഇത് 2 സെയിം എന്ന് പറഞ്ഞില്ല നമുക്ക് കിട്ടി. പക്ഷേ ഞാൻ ഈ 10 ഒന്ന് സ്ട്രിങ് ആക്കി വെക്കാം. ഓക്കെ, ഒരു കോഡ്സിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ഒരു കേസിൽ ഡബിൾ ഈക്വൽ ടൂവിൽ എന്താവും, സെയിം തന്നെ ആയിരിക്കും. കണ്ടില്ലേ, റിസൾട്ട് സെയിം ആയിരിക്കും. പക്ഷേ ട്രിപ്പിൾ ഈക്വൽ ടൂവിൽ വരുന്ന സമയത്ത് അത് നോട്ട് ഈക്വൽ ആണ്. കണ്ടാ, അതായത് ആ ഡാറ്റ ടൈപ്പും കൂടി അവിടെ ചെക്ക് ചെയ്യുന്നതാണ് ട്രിപ്പിൾ ഈക്വൽ ടു എന്നാണ്. കുറേ തവണ ഇൻ്റർവ്യൂവിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ് സാധനം, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡബിൾ ഈക്വൽ ആൻഡ് ട്രിപ്പിൾ ഈക്വൽ എന്ന് പറയുന്നത്. സോ ആ സമയത്ത് നിങ്ങൾ കറക്റ്റായിട്ട് ഓർത്ത് വെക്കുക. ട്രിപ്പിൾ ഈക്വൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡാറ്റ ടൈപ്പും കൂടി ചെക്ക് ചെയ്യും. ഡബിൾ ഈക്വൽ ടു ആണെന്നുണ്ടെങ്കിൽ ഡാറ്റ ടൈപ്പ് ചെക്ക് ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ഉള്ള സാധനമാണ് നോട്ട് ഈക്വൽ. നോട്ടിന് ഈ ഒന്നിൻ്റെ മുകളിലുള്ള ആശ്രയിച്ചിട്ടുള്ള സാധനമാണ് യൂസ് ചെയ്യുക നോട്ട് ഈക്വൽ എന്ന് പറയുന്നത്. അതായത് A നോട്ട് ഈക്വൽ ടു B ആണ് എന്നുണ്ടെങ്കിൽ, അതായത് ഇത് ഈ ഇഫിനെ നേരെ തല തിരിച്ചിടുന്നത് അത്രേ ഉള്ളൂ. നോട്ട് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഈ സാധനം ഇവിടെ വരണം, സെയിം ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ആയിരിക്കും വരിക, നേരെ തല തിരിഞ്ഞ് വരുന്നത്. അപ്പോൾ നോട്ട് ഈക്വൽ ടു ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിലേക്ക് വരും. ഇപ്പോൾ ഇത് നോട്ട് ഈക്വൽ ആണോ, അല്ല. A നോട്ട് ഈക്വൽ ടു ഈക്വൽ അല്ലേ, അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഇഫിൽ കയറത്തില്ല, നേരെ എന്താകും എൽസിലേക്ക് വന്നിട്ട് ഈ സെയിം ആയിരിക്കും പ്രിൻറ്റ് ചെയ്യുക. കണ്ടില്ലേ, സെയിം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിതിപ്പം 12 ഇട്ട് വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് ഈക്വൽ എന്നുള്ള ലെവലിൽ അത് പ്രിൻറ്റ് ചെയ്യും. സോ നമുക്ക് നോട്ട് ഈക്വൽ എന്ന് പറയുന്ന ലെവലിൽ എവിടെയെങ്കിലും ചെക്ക് ചെയ്യാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെക്ക് ചെയ്യാം. പിന്നെ അതേപോലെ നോട്ട് ഈക്വലിന് വേറൊരു സംഭവം കൂടി ഉണ്ട്. ഈ ഗ്രേറ്റർ ദാനും ലെസ് ദാനും ഗ്രേറ്റർ ദാനും കൂടി ഒരുമിച്ചിട്ടാൽ ഇതും നോട്ട് ഈക്വൽ തന്നെയാണ് കൺസിഡർ ചെയ്യുക, ഒരു മാറ്റവും ഇല്ലാണ്ട് അതേപോലെ തന്നെ. ഇത് കണ്ടില്ലേ. സോ ഇങ്ങനെയുള്ള ഈ ഓപ്പറേറ്ററും കൂടി നിങ്ങൾ മൈൻഡിൽ വെക്കുക. ആദ്യം നമ്മൾ നോക്കി നോട്ട് ഈക്വൽ കൊടുത്തു, അതേപോലെ തന്നെ ഈ 2 സാധനം കൂടി ഇട്ടാൽ ലെസ് ദാനും ഗ്രേറ്റർ ദാനും കൂടി ഇട്ടിട്ട് കഴിഞ്ഞാലും നോട്ട് ഈക്വൽ എന്നുള്ള ലെവൽ തന്നെയാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, അടുത്തത് നോട്ട് ട്രിപ്പിൾ ഈക്വൽ ടു, അതായത് ഈ സംഭവം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ഡബിൾ ഈക്വൽ ടു ഇങ്ങനെ വരുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ ടൈപ്പും കൂടി ഇതിൻ്റെ ഒപ്പം ചെക്ക് ചെയ്യുന്നുള്ളതാണ്, വേറെ ഒന്നും അതിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആയി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ അടുത്തതാണ് A ലെസ് ദാൻ $B, അതായത് $A ലെസ് ദാൻ $B ആണോ എന്നുള്ളത്. ഇതൊക്കെ നിങ്ങൾക്ക് ബേസിക് മാത്തമാറ്റിക്സ് ആണ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് നമ്മളിവിടെ എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. സോ $A
ചെറുതാണ് ഡോളർ ബിനെക്കാട്ടും എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കിയേക്കാം. നോട്ട് ഈക്വൽ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ടല്ലേ. സോ ഇതിൻ്റെ ഉള്ളിലാണ് വരുന്നത് ഡോളർ എ ലെസ് ദാൻ ഡോളർ ബി ആണോ? അല്ല, അതെ സോറി, ഡോളർ എ ലെസ് ദാൻ ഡോളർ ബി, അതെ 10 12-നെക്കാട്ടി ചെറുതാണോ എന്നുള്ളതാണ് നോക്കുന്നത്. സോ അതൊന്ന് വരെ ഇങ്ങോട്ടേക്ക് വരും, ഇഫിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അത് നേരെ ഇത് പ്രിൻറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അതേപോലെ തന്നെ അടുത്തതാണ് ഗ്രേറ്റർ ദാൻ. ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്നത് നമുക്കിവിടെ യൂസ് ചെയ്യാം. ഇവിടെ വരുന്ന സമയത്ത് അതും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി അതേപോലെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്. ഇതാണല്ലേ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്ന സാധനമുണ്ട്. അതായത് ഈക്വൽ ടു 10 ചെറുതോ അതിൽ അല്ലെങ്കിൽ അതോ ഈക്വലോ ആണെന്നുണ്ടെങ്കിൽ അത് വർക്ക് ആവുന്നുള്ള ലെവലിലേക്ക് ചെയ്യാനും, അതേപോലെ തന്നെ സെയിം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യാനുള്ളതുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് മെയിനായിട്ട് ഇതിൻ്റെ അകത്തേക്ക് വരുന്നത് PHPൻ്റെ അകത്ത്. ഈ ഇഫ് എൽസ് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിനെപ്പറ്റിയൊക്കെ കറക്റ്റായിട്ട് ചെയ്യാം. ദെൻ അടുത്തുള്ളതാണ് ഇൻക്രിമെൻറ്റ് ആൻഡ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, ഇൻക്രിമെൻ്റ് ആൻഡ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് അതെന്താണെന്നുള്ളത് നോക്കാം. ഡോളർ എയിൽ ഞാനൊരു 10 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. ഓക്കെ, വേരിയബിൾ സ്മോൾ ലെറ്ററിൽ എഴുതാം. എന്നിട്ട് ഞാൻ എന്താക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിനെ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യാൻ പോവാണ്. അതെങ്ങനെയാണെന്നുള്ളത് നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ പറയും ഡോളർ ബി ഈസ് ഈക്വൽ ടു ഡോളർ എ പ്ലസ് 1 ഇങ്ങനെ കൊടുത്താൽ എന്താണ് ആൻസർ എക്കോ നമുക്ക് അടിച്ചോ ഡോളർ ബി എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നോക്കി നോക്കാം. 11 കണ്ടില്ലേ, കറക്റ്റ് വാല്യൂ വന്നു. അതായത് ആദ്യം 10 ഇട്ടു, അതിനുശേഷം ഡോളർ എയിലേക്ക് ഡോളർ ബിയിലേക്ക് ഡോളർ എയിനോട് 1 കൂട്ടി ഡോളർ ബിനെ പ്രിൻറ്റ് ചെയ്തു. ഓക്കെ, ഇതിന് പകരമായിട്ട് നമുക്ക് ഇൻക്രിമെൻ്റ് ആയിട്ടുള്ളൊരു ഓപ്പറേറ്റർ വരുന്നുണ്ട്. അതായത് ഡോളർ എ എക്കോ ചെയ്യുക, ദെൻ ഇതിനെ പ്ലസ് ചെയ്യുക എന്നുള്ള ലെവൽ. ഇങ്ങനെ ഉണ്ടല്ലോ, ഈ വേരിയബിൾ കഴിഞ്ഞിട്ട് 2 പ്ലസ് ഇട്ട് കൊടുത്താൽ അവിടെ വർക്കാവും. അതായത് ഇപ്പോൾ നമുക്ക് റീഫ്രഷ് ചെയ്ത് നോക്കാം. അൺഡിഫൈൻഡ് വേരിയബിൾ ഡോളർ ബി, ഡോളർ എ ആണ്. റിഫ്രഷ് ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ, ആദ്യം 10 എ നേരെ ഇവിടെ എക്കോ ചെയ്തു, എന്നിട്ടാണ് ഇവിടെ പ്രിൻറ്റ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇത് 2 ടൈപ്പ് ഉണ്ട് ഇൻക്രിമെൻറ്റ് ചെയ്യുന്ന സമയത്ത്. അതായത് ഡോളർ എ എന്ന് പറയുന്ന വാല്യൂ 10 ആയിട്ട് സെറ്റ് ചെയ്തു, അതിനുശേഷം ഡോളർ എനെ എക്കോ ചെയ്യുന്നു, അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, പ്രിൻറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിൻറ്റ് ചെയ്തതിന് റിട്ടേൺ ചെയ്തതിന് ശേഷമാണ് ഇത് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത് എന്നാലോചിക്കണം. ഓക്കെ, അപ്പോൾ അതിന് പകരം നമുക്ക് എന്താക്കാം, ഇതിനെ നേരെ പിടിച്ചിട്ട് ഇവിടെ കൊണ്ടുപോയി ഇട്ട് കൊടുക്കാം സ്റ്റാർട്ടിങ്ങിൽ. ഓക്കെ, റിഫ്രഷ് ചെയ്യുന്നു, ഇതല്ലേ ഇൻക്രിമെൻ്റ് ആയിട്ടാണ് നമുക്ക് പിന്നെ അത് പ്രിൻറ്റ് ചെയ്ത് കാണിക്കുന്നത്. സോ മുന്നിലിട്ട് കഴിഞ്ഞാൽ ആദ്യം ഇൻക്രിമെൻ്റ് ചെയ്യും, എന്നിട്ട് കാണിക്കും. അതേപോലെ കാണിക്കുന്നല്ല, സ്റ്റോറി എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ അത് പറഞ്ഞത്. ഇതേപോലെ തന്നെ മൈനസും ഉണ്ട്. മൈനസ് ഇവിടെ ഇടാം, അതല്ലെങ്കിൽ മൈനസ് ഇവിടെ ഇടാം. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, നമുക്ക് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം 9 വേണ്ടത് എന്നുണ്ടെങ്കിൽ 9 കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതല്ല ഇങ്ങനെ ഇട്ടാൽ മതി. സോ ഇത് രണ്ടും ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് 2 ഓപ്പറേറ്ററും കൂടിയിട്ട് ഇതിൻ്റെ അകത്ത് ഉണ്ട് എന്നുള്ളത് ആലോചിക്കാം. പിന്നെ അതിന് പുറമെ കുറച്ചുണ്ട്, ആൻഡ് ഓർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പഠിക്കേണ്ട കാര്യമില്ല. നമുക്ക് ആദ്യം ബേസിക് ആയിട്ടുള്ള ലെവലിലുള്ള ഓരോന്ന് ചെയ്തു പോകാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഓപ്പറേറ്റേഴ്സ് ആയിട്ട് വരുന്നത്. ഓപ്പറേറ്റേഴ്സ് എല്ലാം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കി നോക്കാം. ഇതിന് പുറമെ കുറേ ഓപ്പറേറ്റേഴ്സും കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇരുന്നിട്ട് നോക്കി നോക്കാം. ഇപ്പോൾ ബേസിക് ആയിട്ടൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ദെൻ അടുത്ത വീഡിയോ ടോപ്പിക് എന്താണെന്ന് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് എന്താക്കാം അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. വേറെ അടുത്ത് PHPൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യാം. പിന്നെന്താ വേണ്ടത്, പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ദെൻ കൂട്ടുകാർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ബൈ.